തിരുവനന്തപുരം വർക്കലയിൽ വയോധികനെ കൊലപ്പെടുത്തിയത് മൃഗീയമായെന്ന് എഫ്ഐആർ. സ്കൂട്ടറിൽ വന്ന ഷാജഹാനെ ചങ്ങല കൊണ്ട് അടിച്ചിട്ട ശേഷം വാളുകൊണ്ടും ഇരുമ്പ് വടികൾ കൊണ്ടും തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ് ഉണ്ട്. അനുരാഗ്, എന്തൊക്കെയാണ് എഫ്ഐആറിലുള്ളത്? താഴെവെട്ടൂർ സ്വദേശിയായ ഷാജഹാനാണ് കഴിഞ്ഞ ദിവസം മൃഗീയമായി കൊല്ലപ്പെട്ടത്. അദ്ദേഹം നേരത്തെ തന്നെ ഈ തൈക്കാവ് പള്ളി പരിസരത്തും താഴെവെട്ടൂർ പ്രദേശത്തൊക്കെയും സ്കൂളിന്റെ പരിസരത്തൊക്കെയും ലഹരി ഉപയോഗമുണ്ട് എന്ന കാര്യം പോലീസിൽ അറിയിക്കുകയുണ്ടായി. അതിനൊപ്പം തന്നെ ഈ സംഘത്തെ വിലക്കുകയുമുണ്ടായി, പരസ്യമായി വിലക്കുകയുമുണ്ടായി. ഇതിലുള്ള ഒരു പക ഈ സംഘത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഷാജഹാനും അതിനൊപ്പം അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ റഹ്മാനും സ്കൂട്ടറിൽ വരവെയാണ് ഈ സംഘം രാത്രി 8:30 കൂടി തന്നെ കാത്തിരുന്ന് ഇദ്ദേഹത്തെ മർദ്ദിച്ചത്. സ്കൂട്ടറിൽ വരികയായിരുന്ന ഇദ്ദേഹത്തെ ചങ്ങല കൊണ്ട് അടിച്ചിവർ താഴെയിട്ടു. അതിനുശേഷം കയ്യിൽ കരുതിയ വടിവാളും ഇരുമ്പ് വടികളും ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു എന്നുള്ളതാണ് എഫ്ഐആറിൽ വർക്കല പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൃഗീയമായ കൊലപാതകം തന്നെയാണ് കഴിഞ്ഞ ദിവസം വർക്കലയിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 5 പ്രതികളാണ് ഉള്ളത്. താഴെവെട്ടൂർ സ്വദേശികളായ ജാസിം, ഹായിസ്, നൂഹ്, സൈദലി, ആഷിർ എന്നിവരാണ് പ്രതികൾ. ഇതിൽ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്, ആഷിർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ പോലീസ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതിനൊപ്പം 1-ാം പ്രതി അറസ്റ്റിലായിട്ടുണ്ടെന്ന് കൂടിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് ഔദ്യോഗികമായി പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നില്ല. എന്തായാലും ഈ ലഹരി സംഘങ്ങൾ ഇപ്പോൾ ഇത്തരത്തിൽ വ്യാപിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർ തലപൊക്കി വരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള ഒരു ബാക്കിപത്രം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ലഹരി സംഘത്തെ വിലക്കിയതിന്റെ ഭാഗമായി ഒരു വയോധികനെ മൃഗീയമായി കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അതിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലായിരുന്നു എന്നുള്ള ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഇതിലിനി നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ പോലീസിന് കൂടി വീഴ്ച വന്നിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കാര്യം നേരത്തെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ വർക്കല പോലീസുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവർ കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്, ഈ സ്ഥലത്ത് ലഹരി സംഘങ്ങൾ ഉണ്ട് എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അതിൽ നടപടി നേരത്തെ സ്വീകരിച്ചില്ല എന്ന കാര്യം ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വരുന്ന ഈ എഫ്ഐആറിലെ വിവരങ്ങൾ അനുസരിച്ച് മൃഗീയമായ കൊലപാതകം തന്നെയാണ്. കാരണം ഒരു വയോധികനെ ചങ്ങല കൊണ്ടടിച്ച് താഴെയിടുന്നു, വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് കൊല്ലണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ് എന്ന കാര്യം തന്നെയാണ് എഫ്ഐആറിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അനുരാഗ് VS ആണ് വിശദാംശങ്ങൾ നൽകിയത്.